എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക തുറക്കാൻ തീരുമാനം. സിറോ മലബാർ സഭ സിനഡ് നിയോഗിച്ച മെത്രാൻ സമിതിയും ബസിലിക്ക പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. സഭയുടെ ആസ്ഥാന ദേവാലയം എത്രയും വേഗം തുറന്നു പ്രവർത്തിക്കണമെന്ന് സിനഡ് ആഹ്വാനം ചെയ്തിരുന്നു. സിനഡ് തീരുമാനിച്ച വത്തിക്കാൻ അംഗീകരിച്ചതുമായ കുർബാന രീതി മാത്രമേ ബസിലിക്കയിൽ അനുവദിക്കുകയുള്ളൂവെന്ന് സഭ പ്രസ്താവനയിൽ അറിയിച്ചു. ഇത് സാധ്യമാകുന്നതുവരെ ബസിലിക്കയിൽ കുർബാന ഉണ്ടായിരിക്കുകയില്ല. മറ്റ് കൂദാശകൾ നടത്തുന്നതിന് തടസ്സമില്ല. ജനാഭിമുഖ കുർബാന അർപ്പിക്കുകയില്ലെന്ന് കത്തീഡ്രൽ വികാരി ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും മറിച്ചു സംഭവിച്ചാൽ ബസിലിക്ക വീണ്ടും അടച്ചിടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും സഭ പ്രസ്താവനയിൽ വ്യക്തമാക്കി. കഴിഞ്ഞ നവംബർ 27-നാണ് ഇരുപക്ഷങ്ങൾ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് ബസിലിക്ക അടച്ചിട്ടത്. വിവരങ്ങളുമായി ടോം കുര്യാക്കോസ് ചേരുന്നു. ടോം, കൂടുതൽ വിശദാംശങ്ങൾ. ധന്യ, എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ടതോടൊപ്പം ഏകീകൃത കുർബാനയെ ചൊല്ലിയുമുള്ള തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക അടച്ചിട്ടിരിക്കുകയായിരുന്നു. സംഘർഷത്തെ തുടർന്ന്, അതായത് കഴിഞ്ഞ നവംബർ 27-നാണ് ബസിലിക്ക അന്ന് അടച്ചിടുകയും പിന്നീട് ജില്ലാ ഭരണകൂടം അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തത്. അതിനുശേഷം ഈ സഭ പല രീതിയിലുള്ള സമവായ ചർച്ചകൾ നടത്തിയെങ്കിലും അതിലൊരു ഒത്തുതീർപ്പിലെത്തിയില്ല. ഒടുവിലാണ് കഴിഞ്ഞ ദിവസം സിറോ മലബാർ സഭ ഒരു അടിയന്തര സിനഡ് ചേരുകയും ഈ ബസിലിക്കയിലെയും അതോടൊപ്പം കുർബാനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയുള്ള യോഗം ചേർന്നത്, സഭാ സിനഡ് യോഗം ചേർന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, സഭാ സിനഡിന്റെ പ്രത്യേക മെത്രാൻ സമിതി അംഗങ്ങളും അതോടൊപ്പം ബസിലിക്ക പ്രതിനിധികളും തമ്മിൽ കഴിഞ്ഞ ദിവസം ചർച്ച നടത്തി. ചർച്ചയുമായി ബന്ധപ്പെട്ട ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എറണാകുളം സെന്റ് മേരീസ് ബസിലിക്ക തുറന്നു പ്രവർത്തിക്കാൻ ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. സഭയുടെ ആസ്ഥാന ദേവാലയം എത്രയും വേഗം തുറക്കണം എന്ന ആവശ്യം നേരത്തെ മുതൽ തന്നെ വിശ്വാസികളുടെ ഭാഗത്തുനിന്നും വൈദികരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. എന്നാൽ ഏകീകൃത കുർബാന, പ്രത്യേകിച്ചും ഈ ബസിലിക്കയിലെ ഏകീകൃത കുർബാന ആദ്യമായി നടപ്പാക്കണം എന്നതാണ് സിനഡിന്റെ ആവശ്യം. ഇത് അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. ഇന്നലെ ഈ പാരിഷ് കൗൺസിൽ യോഗം ഈ ഏകീകൃത കുർബാന നടപ്പാക്കാൻ അനുവദിക്കില്ല, ജനാഭിമുഖ കുർബാന തുടരും എന്ന ഒരു പ്രമേയം തന്നെ അവർ പാസ്സാക്കി. ഇക്കാര്യം സിനഡെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഈ നാളുകളായി ഇത് ബസിലിക്ക പള്ളി അടഞ്ഞു കിടക്കുന്നത് സഭയാ വിശ്വാസികളെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്നൊരു നീണ്ട വിചാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സഭ സിനഡ് ഇത് തുറന്നു പ്രവർത്തിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. എന്നാൽ ഏകീകൃത കുർബാന മാത്രമേ ബസിലിക്കയിൽ ചെല്ലാൻ കഴിയുകയുള്ളൂ. മറിച്ച് ഒരു രീതിയിലുള്ള ഒരു നടപടി, അതായത് ജനാഭിമുഖ കുർബാന ബസിലിക്കയിൽ അർപ്പിക്കുകയില്ല എന്ന് ഈ ബസിലിക്കയുടെ വികാരി മോൺസിഞ്ഞർ ആന്റണി നരികുളം മെത്രാൻ സമിതിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മറിച്ച് സംഭവിച്ചാൽ ബസിലിക്ക വീണ്ടും അടച്ചിടുന്ന സാഹചര്യം ഉണ്ടാകും. ബസിലിക്ക തുറന്ന് വിശുദ്ധ കുർബാന ഒഴികെ മറ്റു കൂദാശകളും നടത്താനുള്ള അനുമതിയുണ്ട്. അതായത് മാമോദിസ, വിവാഹം ഉൾപ്പെടെയുള്ള കൂദാശകൾ നടത്താനുള്ള അനുമതിയുണ്ട്. പക്ഷേ ഏകീകൃത കുർബാന അല്ലാതെ മറ്റൊരു കുർബാന, അതായത് ജനാഭിമുഖ കുർബാന ചൊല്ലാൻ അനുവദിക്കില്ല. മറ്റ് ക്രമീകരണങ്ങൾക്ക് വേണ്ടി, അതായത് ഇത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾക്ക് വേണ്ടി ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഈ വികാരിക്ക് താക്കോൽ കൈമാറാൻ ധാരണയായിട്ടുണ്ട്. എന്നാൽ കോടതി വ്യവഹാരം തുടരുന്നതിനാൽ ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ മറിച്ചൊരു തീരുമാനം ഉണ്ടാകും വരെയും തൽസ്ഥാനത്ത് തുടരും. ബസിലിക്ക തുറക്കുന്ന ദിവസം വികാരി ജനറൽ ഇത് ഒരു വെഞ്ചിപ്പ് കർമ്മം നടത്തുന്നുണ്ട്. ഈ സാഹചര്യങ്ങൾ വിശ്വാസികളെ അറിയിച്ച് സഹകരണം നേടുന്നതിന്റെ ഭാഗമായി മറ്റ് പാരിഷ് കൗൺസിൽ ഉടൻ തന്നെ വിളിച്ചുകൂട്ടാനും തീരുമാനമായിട്ടുണ്ട്. ഈ വ്യവസ്ഥകൾ, ഏതെങ്കിലും രീതിയിലുള്ള ഈ വ്യവസ്ഥകൾ വൈദികരോ സന്യസ്തരോ അയൽമാരോ ലംഘിച്ചാൽ അവർക്കെതിരെ കാനൻ നിയമപ്രകാരമുള്ള കർശനമായ നടപടി സ്വീകരിക്കാൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. നന്ദി ടോം.